കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകളിൽ ആദ്യത്തെ ഞായറാഴ്ച മൺമറഞ്ഞുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരെയും ശമാശന്മാരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2ാമത്തെ ഞായറാഴ്ച വാങ്ങിപ്പോയ വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നാളിതുവരെ വഴി നടത്തിയ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരു പാരമ്പര്യമാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നാളെ സകല വാങ്ങിപ്പോയ ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ഷമ്മാശന്മാരെയും ഓർക്കുന്ന ഞായറാവുന്നുവല്ലോ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 10-14 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. ഇടയനും ആടുകളും എന്ന ചിത്രം യേശുക്രിസ്തുവിന്റെ ശ്രോതാക്കൾക്ക് സുപരിചിതമായിരുന്നു. പഴയ നിയമത്തിൽ ഈ ചിത്രീകരണം പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടും എന്നതുകൊണ്ടല്ല, അവരുടെ നാട്ടിൽ ഇടയനും അയാൾ മേയ്ക്കുന്ന ആടുകളും ജീവിത യാഥാർത്ഥ്യമാണ്. പരിചിതമായ ആശയങ്ങളിൽ നിന്ന് അമൂല്യങ്ങളായ ആത്മീയ സത്യങ്ങളെ ആവിഷ്കരിക്കുന്നുള്ള കഴിവ് യേശുതമ്പുരാനിൽ വളരെ പ്രകടമായിരുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു തുടങ്ങി ഒരുപാട് സന്ദേശങ്ങൾ തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ കൊള്ളരുതാത്ത ഇടയന്മാരുടെ ചിത്രവും നൽകുന്നുണ്ട്. അന്നത്തെ പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും നിലവാരവും പ്രവർത്തന ശൈലിയും വിലയിരുത്തി ചെയ്തിട്ടുള്ളതാണ് ആ വാക്കുകൾ. അതോടൊപ്പം നല്ല ഇടയന്റെ ചിത്രവും നൽകുന്നു. ആ സന്ദർഭത്തിൽ യഹോവയുടെ വാഗ്ദാനമായി പറയുന്നു: അവയെ മേയ്ക്കേണ്ടതിന് ഞാനൊരു ഇടയനെ അവർക്കായി നിയമിക്കും, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ അവൻ അവയെ മേയിച്ച് അവയ്ക്ക് നല്ല ഇടയനായി ഇരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ഇടയനെ കുറിച്ചുള്ള പ്രതീക്ഷ ജനഹൃദയത്തിൽ പച്ചപിടിച്ച് നിന്നിരുന്നു. അപ്പോഴാണ് യേശുക്രിസ്തു പ്രഖ്യാപിച്ചത്: ഞാനാകുന്നു നല്ല ഇടയൻ. ഇത് പറഞ്ഞു നിർത്തുകയായിരുന്നില്ല, നല്ല ഇടയനെ പറ്റിയുള്ള വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു. ഒന്നാമതായി നാം ശ്രദ്ധിക്കുമ്പോൾ, നല്ല ഇടയൻ ആടുകളെ അറിയുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്നും വചനത്തിൽ നാം വായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, കർത്താവ് നമ്മെ വ്യക്തികളായി അറിയുന്നു എന്നുള്ളത് എത്ര ആശ്വാസകരമാണ്. രണ്ടാമതായി, നല്ല ഇടയൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുൻപായി നടന്ന് മാർഗനിർദ്ദേശം കൊടുക്കുന്നു. അക്ഷരികാർത്ഥത്തിൽ ഇത് നിറവേറ്റിയതായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് യേശുതമ്പുരാൻ അവർക്ക് മുമ്പായി നടകൊണ്ടു എന്ന് വചനം പറയും. ആത്മീയാർത്ഥത്തിലും യേശുതമ്പുരാൻ എല്ലാവർക്കും മുമ്പായി നടക്കുന്നവനാണ്. എല്ലാ പ്രവാചകന്മാരുടെയും മതസ്ഥാപകരുടെയും മുമ്പിലാണ് യേശുവിന്റെ സ്ഥാനം. അവിടുത്തെ ഉപദേശങ്ങൾ അമൂല്യങ്ങളാണ്, ജീവിതം നിസ്തുല്യവുമാണ്. പത്രോസ്ലീഹ ഇടയന്മാരായ നേതാക്കളോട് ഉപദേശിക്കുന്നു: അവർ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിരിക്കണം. കുടുംബ ജീവിതത്തിലാണെങ്കിലും നല്ല സാക്ഷ്യമുണ്ടായിരിക്കണം. ഒരു വൈദികന്റെ കുടുംബം ആ പ്രദേശത്തെ പ്രഥമ കുടുംബം എന്ന പദവി എല്ലാ അർത്ഥത്തിലും നിലനിർത്തണം. മൂന്നാമതായി, നല്ല ഇടയന്റെ ശബ്ദം അവർ കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. നല്ല ഇടയനായ യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ ജനമെല്ലാവരും താല്പര്യപ്പെട്ടു. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് കാണാം. ഇടവക തലങ്ങളിൽ എടുക്കുമ്പോൾ ജനങ്ങൾ ഇടയന്മാരിൽ കൂടി കേൾക്കേണ്ടത് ദൈവശബ്ദമാണ്. ശ്രേഷ്ഠ ഇടയനായ യേശുവിൽ നിന്ന് കേട്ടതും ഉൾക്കൊണ്ടതുമായ വചനമാണ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടുന്നത്. ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? നാലാമതായി, ഇടയൻ മേച്ചിൽപ്പുറം കണ്ടെത്തി അവിടേക്ക് നയിക്കുന്നു.
ഫലപ്രദമായ വിധത്തിലും കാര്യക്ഷമതയോടും വചന ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ കൂടിയും കൂദാശ അനുഷ്ഠാനങ്ങൾ ശരിയായും ജാഗ്രതയോടും നടത്തുന്നതിൽ കൂടിയും നല്ല ഇടയന്മാർ തങ്ങൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം മാർഗങ്ങളെ കണ്ടെത്തുകയാണ്. അഞ്ചാമതായി, കാണാതെ പോയതിനെ അന്വേഷിച്ചു പോകും. കാണാതെ പോയതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം പറയുമ്പോൾ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ഇതെല്ലാം വ്യക്തമായിരുന്നു. ഇടവുകളിലെ കാണാതെ പോകുന്ന ആളുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൗത്യം ഇടയനായിരുന്നു എന്നുള്ളതും നാം പ്രത്യേകം ഓർക്കണം. വേലികൾ ഉറപ്പിക്കുന്നതോടൊപ്പം കാണാതെ പോയതിനെ അന്വേഷിച്ച് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമവും നല്ല ഇടയൻ്റേത് ആയിരിക്കും. ഏറ്റവും അവസാനമായി, ആറാമതായി, ആടുകൾക്ക് വേണ്ടി ജീവനെ സമർപ്പിക്കും. യേശുക്രിസ്തുവിൽ മാത്രമാണ് ഈ അനുഭവം നാം കാണുന്നത്. ആടുകളോടുള്ള അവിടുത്തെ സ്നേഹം അത്ര വലുതായിരുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്നറിഞ്ഞിരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 3:16 നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, അജപാലകന്മാർ ജനങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടതില്ല. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ടത് അവരുടെ കടമയാണ്. എങ്കിൽ മാത്രമേ അവരുടെ ശുശ്രൂഷ വിജയിക്കുകയുള്ളൂ. ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകാതെ സ്വന്തം നേട്ടത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി തങ്ങളുടെ ദൗത്യത്തെ ദുരുപയോഗപ്പെടുത്തുന്നവരും ഇല്ലാതില്ല. നല്ല ഇടയനായ യേശുവിന്റെ മിഴിവിറ്റ ചിത്രം നമ്മുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കട്ടെ. നാളെ പരിശുദ്ധ സഭയെ നാളിതുവരെ നടത്തി മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ പുരോഹിതന്മാരും ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരും കാണിച്ചു കൊടുത്ത നല്ല മാതൃകളെ ഓർക്കുക. അവരെ മാമോദീസ മുഖ്യ അച്ഛനെ, അവർക്ക് വിശുദ്ധ കുർബാന നൽകിയ അച്ഛനെ, അവരെ വിശുദ്ധ കുംഭസാരം നടത്തിയ അച്ഛനെ, അവരുടെ വിവാഹ കൂദാശ നടത്തിയ അച്ഛനെ, അവരുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസ മുഖ്യവര്, അവരുടെ പ്രിയപ്പെട്ടവരുടെ സംസ്കാര ശുശ്രൂഷകൾ നടത്തിയത് തുടങ്ങി ഒരു വൈദികൻ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ആ കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെ അപ്രകാരമുള്ള വൈദികനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നാളത്തെ ദിവസം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. മൺമറഞ്ഞുപോയ ആ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.